നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 10,000 മുതൽ 15,000 വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന UDFിന്റെ പ്രാഥമിക കണ്ടെത്തൽ. പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും 8,000 ഭൂരിപക്ഷം കിട്ടുമെന്നാണ് വിലയിരുത്തൽ. UDFിലെ ഭിന്നത LDFിന് വോട്ടായി മാറുമെന്നാണ് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നത്. UDF വിലയിരുത്തലിന്റെ വിശദാംശങ്ങളുമായി വിപിൻ സി വിജയൻ ചേരും. അതുപോലെ CPIM വിലയിരുത്തലിന്റെ ലോജിക് എന്താണെന്ന് ദീപക് തർപ്പണം നമുക്കൊപ്പം ചേർന്ന് പറയും. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു, ദീപക് ആൻഡ് വിപിൻ. പറയൂ വിപിൻ. ഗുഡ് മോർണിംഗ് SKN. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 75.27% എത്തിയപ്പോൾ അത് ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ 10,000 മുതൽ 15,000 വോട്ടുകൾക്ക് വരെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഇപ്പോൾ വരുന്നത്. ഇനി പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും അതിൽ 8,000 വോട്ടുകൾ വരെ നേടാം. മറ്റ് ഓരോ പഞ്ചായത്തുകൾ തിരിച്ചിട്ടുള്ളതുണ്ട്. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നായിരിക്കും ഏറ്റവും അധികം ലീഡ് ലഭിക്കുക എന്നുള്ളതാണ് UDFിന്റെ കണക്കുകൂട്ടൽ. പ്രത്യേകിച്ച് PV അൻവറും അതുതന്നെയാണ്. വഴിക്കടവിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രദേശമുള്ളത്. ഒപ്പം വഴിക്കടവിൽ നിന്ന് 1,500 മുതൽ 3,000 ഭൂരിപക്ഷം വരെ വഴിക്കടവിൽ നിന്ന് ലഭിക്കാം. മുസ്ലിം ലീഗ് കോട്ടയാണ് മൂത്തേടം. ഈ മൂത്തേടം പഞ്ചായത്തിൽ നിന്ന് 2,000 വരെ ലീഡ് ലഭിക്കാനുള്ള സാധ്യത. ഒപ്പം VV പ്രകാശിന്റെ നാടായിട്ടുള്ള എടക്കരയിൽ നിന്ന് 1,500 വോട്ട് ലീഡ് പ്രതീക്ഷിക്കുന്നു. LDF ഭരിക്കുന്ന പോത്തുകൽ പഞ്ചായത്തിൽ നിന്നും 1000-നോടടുത്തുള്ള ഒരു ലീഡാണ് UDF പ്രതീക്ഷിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് അട്ടിമറി നടന്നതായിരുന്നു ചുങ്കത്തറ പഞ്ചായത്ത്. ഈ ചുങ്കത്തറ പഞ്ചായത്തിൽ ഇപ്പോൾ ഭരണം UDFിനാണ്. ഇവിടെയും ഒരു 1,000 വരെ വോട്ടിന്റെ ലീഡാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ ഒരു ചെറിയ ലീഡ് മാത്രമായിരിക്കും ഉണ്ടാകാൻ സാധ്യത. ഒരു പക്ഷേ മുനിസിപ്പാലിറ്റി LDFിനൊപ്പം നിൽക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അമരമ്പലം, കരുളായി പഞ്ചായത്തുകളിൽ വോട്ട് നില LDFിന് ഒപ്പമാകും എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ UDFിന്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ ഒപ്പം നിൽക്കുന്ന പഞ്ചായത്തുകളിലെ ലീഡ് കൊണ്ട് തന്നെ ഈ അമരമ്പലത്തെയും അതുപോലെ തന്നെ കരുളായിലൊക്കെ LDFിനൊപ്പം നിൽക്കുന്ന വോട്ടുകളെ മറികടക്കാം എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ് ഉള്ളത്. ഒപ്പം തന്നെ PV അൻവർ മത്സരിച്ചത് ഗുണമായി എന്നുള്ളതും UDF ക്യാമ്പ് വിലയിരുത്തുന്നു. PV അൻവർ പിടിക്കുന്നത് കൂടുതൽ LDFിന്റെ വോട്ടുകളായിരിക്കും. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ UDFിനെതിരെ PV അൻവർ പറഞ്ഞത് അത് പ്രതിഫലിച്ചിട്ടില്ല. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും UDFിന്റെയും വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതും UDFിന്റെ വിലയിരുത്തലാണ്. SKN. Okay, thank you, വിപിൻ സി വിജയൻ.